ഏവർക്കും ഒരിക്കൽ കൂടി SK9 മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഡോക്ടർ മിസ്സിസ് ബാരറ്റിന് ആശുപത്രിയിൽ വെച്ചുണ്ടായ അനുഭവങ്ങളും അതിനെ തുടർന്ന് മിസ്റ്റർ ബാരറ്റ് എഴുതിയ മരണക്കിടക്കിലെ ദർശനങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം നടത്തിയ നിഗമനങ്ങളും കൂടാതെ വ്യക്തിപരമായി എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ പരാമർശിച്ചത്. ഏറെക്കാലം മുമ്പ് മരിച്ചുപോയ തങ്ങളുടെ ബന്ധുക്കളെ അതേ രൂപത്തിൽ കണ്ട സംഭവങ്ങളാണ് വിവരിച്ചത്. ഇത് കേട്ടതിന് ശേഷം തങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ചിലർ എന്നെ വിളിച്ചിരുന്നു. അതിൽ ഒരാൾക്ക് 3 വ്യത്യസ്ത കാലയളവിൽ ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ മേഡത്തിന് നിങ്ങൾക്ക് മുമ്പാകെ പരിചയപ്പെടുത്തുകയാണ്. എറണാകുളം ജില്ലയിലെ കൊച്ചി താലൂക്കിൽ താമസിക്കുന്ന ശ്രീമതി മഞ്ജു ലെനിൻ. ആദ്യത്തെ സംഭവം നടക്കുന്നത് 1984 ആ വർഷത്തെ 4-ാം ഓണത്തിന് മഞ്ജു മേഡത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് ശിവരാമൻ എന്നാണ്, പതിവില്ലാതെ ഞാൻ വരുന്നില്ല എന്ന നിഷേധഭാവത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ട് എന്താണ് അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അപ്പൂപ്പൻ വന്നെന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. പറയുന്നത് തൻ്റെ മകളോടാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ അപ്പൂപ്പൻ എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അച്ഛന് തോന്നിയതാവാം എന്ന് കരുതി അതത്ര ശ്രദ്ധിച്ചില്ല എന്നാണ് മാഡം പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം 5-ാം ഓണത്തിന് തൻ്റെ 50-ാമത്തെ വയസ്സിൽ മാഡത്തിൻ്റെ അച്ഛൻ ശിവരാമൻ മരിച്ചു. രണ്ടാമത്തെ സംഭവം നടക്കുന്നത് 1996 മാഡത്തിൻ്റെ വിവാഹം കഴിച്ചത് കൊച്ചിൻ കോർപ്പറേഷൻ ജോലിയുള്ള ശ്രീ ലെനിൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വേലായുധൻ. അമ്മ കമലാക്ഷി വളരെ നേരത്തെ മരിച്ചുപോയി. 1996 ജൂലൈ മാസം 26-ാം തീയതി വൈകിട്ട് 4 മണിയോടടുത്ത് ലെനിൻ്റെ അച്ഛൻ വേലായുധൻ എന്താടി കമലാക്ഷി നീ നിൽക്കുന്നത്, എന്താടി എന്ന് ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് മാഡം ആ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അവൾ കമലാക്ഷി നിൽക്കുന്നതെന്ന് അച്ഛൻ പറയുന്നു. ചിറ്റയെ കാണണമെന്ന് അച്ഛനോട് മാഡം ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേരും കമലാക്ഷി എന്ന് തന്നെയായിരുന്നു. അച്ഛൻ്റെ പെങ്ങളെ കാണണോ എന്നാണ് മാഡം ഉദ്ദേശിച്ചത്. അല്ല മോളെ, അവൾ കമലാക്ഷി, എന്താടി എന്ന് അച്ഛൻ വീണ്ടും പറയുകയാണ്. അന്നുവരെ, അതേ ദിവസം വരെ തൻ്റെ വീട്ടിന് മുമ്പിലുള്ള കിണറ്റിൽ നിന്നും സ്വയം വെള്ളം കോരി കുളിച്ചിരുന്ന 95 വയസ്സുള്ള ആ അച്ഛൻ പിറ്റേ ദിവസം ജൂലൈ 27 മരണമടയുകയാണ്. വർഷം 2012 നവംബർ 15 വ്യാഴം. കുറച്ച് ദിവസങ്ങളായി എറണാകുളത്തെ PVS ആശുപത്രിയിൽ അസുഖമായി ICUവിലാണ് മഞ്ജു മേഡത്തിൻ്റെ ഭർത്താവ് ലെനിൻ. അന്നുച്ചയ്ക്ക് ICUവിനടുത്തുള്ള ഡോക്ടറെ റൂമിലേക്ക് വിളിപ്പിച്ച മേഡത്തിനോട് ഡോക്ടർ ഭർത്താവിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ മരിച്ചുപോയി എന്ന് മാഡം മറുപടി പറഞ്ഞു. അമ്മ വന്ന് വിളിച്ചു, കൂടെ ചെല്ലാൻ പറഞ്ഞു എന്ന് ലെനിൻ പറഞ്ഞെന്ന് ഡോക്ടർ മാഡത്തോട് പറയുകയാണ്. അത് കേട്ട് ഷോക്കായി പോയെന്നാണ് മാഡം പറഞ്ഞത്. ഉടനെ തന്നെ റൂമിൽ ചെന്ന മാഡത്തോട് അമ്മ വന്ന് എന്നെ വിളിച്ചു കൂടെ ചെല്ലാൻ പറഞ്ഞു എന്ന് ഭർത്താവ് വളരെ സന്തോഷത്തോടെ പറയുകയാണ്. മാഡം ഒന്നും മിണ്ടിയില്ല. പുറത്തിറങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്ന മാഡത്തിൻ്റെ അനുജത്തിയോട് ഇക്കാര്യം പറഞ്ഞു. 2012 നവംബർ 17 ശനിയാഴ്ച രാവിലെ മാഡത്തിൻ്റെ ഭർത്താവ് മാഡത്തിനെ തനിച്ചാക്കി യാത്രയായി. കഴിഞ്ഞ വീഡിയോ കേട്ടപ്പോൾ തന്നെ രാത്രി എന്നെ വിളിച്ച് തനിക്കുണ്ടായ അനുഭവങ്ങൾ പറയാൻ വിളിച്ചുവെന്നും പക്ഷേ അപ്പോൾ കിട്ടിയില്ലെന്നും പറഞ്ഞ മഞ്ജു മാഡത്തിൻ്റെ ശബ്ദത്തിൻ്റെ വൈകാരികതയ്ക്ക് മുന്നിൽ ഞാൻ നിശബ്ദനായി. മരിച്ചുപോയവരെ സ്ഥൂലരൂപത്തിൽ തന്നെ കാണാനാവും എന്നതിന് തെളിവായി ഇത്തരം അനുഭവ സാക്ഷ്യങ്ങളെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. നമുക്ക് ചുറ്റും നിരവധി ഇത്തരം അനുഭവങ്ങളുള്ള വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ട്. മനുഷ്യയാളുടെ ആത്മാവിനെ വിളിച്ചു വരുത്തിയ ഒരാളുമായി ബന്ധപ്പെട്ട വിഷയമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.